സർക്കാരിന്റെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കാസർഗോട്ട് ബഹുജന റാലിയും നടന്നു. കാഞ്ഞങ്ങാട് നടന്ന സമ്മേളനം മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. കേരള വികസനത്തിൽ സമഗ്രമായ മാറ്റം LDF സർക്കാർ ഭരണത്തിൽ വന്നതുകൊണ്ട് മാത്രം നടപ്പിലായതാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. വികസനത്തിൽ നാഴികക്കല്ലായി മാറിയ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് മഹാസമ്മേളനം സംഘടിപ്പിച്ചത്. പൊതുവിദ്യാഭ്യാസം, ആരോഗ്യം, അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ സമഗ്ര മാറ്റമാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളം നേടിയതെന്നും ഈ മാറ്റം LDF സർക്കാർ ഭരണത്തിൽ വന്നതുകൊണ്ട് മാത്രം നടപ്പിലായതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോവിഡിന് മുന്നിൽ കേരളത്തിന് മുട്ടുമടക്കേണ്ട അവസ്ഥയുണ്ടായില്ല. സാധ്യമാകില്ല എന്ന് കരുതിയ ദേശീയപാത വികസനവും ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയും കൊച്ചി ഇടമൺ വൈദ്യുതി പദ്ധതിയും വിജയകരമായി പൂർത്തിയാക്കുകയാണ്. ടൂറിസം മേഖലയിലും വൻ വളർച്ച ഉണ്ടാക്കാൻ സാധിച്ചെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാരിനെയും പ്രതിപക്ഷത്തെയും വിമർശിച്ചും കേരളത്തിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം. രാജ്യത്തിന്റെ പൊതുവായ കാര്യങ്ങളിൽ നല്ല നിലയിൽ ഇടപെടുന്ന ഒരു സംസ്ഥാനം തന്നെയാണ് കേരളം. കേരളത്തെ സാധാരണ നിലക്ക് എഴുതി തള്ളേണ്ട ഒരു സംസ്ഥാനത്തിന്റെ പട്ടികയിലല്ല പെടുത്തേണ്ടത്. പക്ഷേ നമുക്കാവശ്യമായ സഹായം നൽകാൻ അറച്ചു നിൽക്കുന്ന അവസ്ഥയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. LDF ഭരണത്തിൽ കേരളത്തിൽ വിവിധ മേഖലകളിൽ നടപ്പിലാക്കിയ മാതൃകാപരമായ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് റാലി സംഘടിപ്പിക്കുന്നത്. കേന്ദ്ര BJP സർക്കാർ കേരളത്തോട് സ്വീകരിക്കുന്ന രാഷ്ട്രീയ പ്രതികാരപരമായ കടുത്ത അവഗണനകൾക്കിടയിലും അതേ കേന്ദ്ര സർക്കാർ സംവിധാനമായ നീതി ആയോഗിന്റെ നിരവധി പുരസ്കാരങ്ങൾ, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ നേട്ടങ്ങൾ, ക്രമസമാധാന പാലന മികവ്, ദുർബല വിഭാഗങ്ങൾക്കുള്ള പാർപ്പിട നിർമ്മാണം, മത്സ്യമേഖലയിലെ ഇടപാടുകൾ, ശുചിത്വ പദ്ധതികൾ, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം തുടങ്ങി വിവിധ മേഖലകളിൽ നേട്ടം കൊയ്യാൻ കേരളത്തിന് കഴിഞ്ഞെന്ന് സമ്മേളനത്തിൽ LDF നേതാക്കൾ പറഞ്ഞു. മന്ത്രിമാരായ K. രാജൻ, AK. ശശീന്ദ്രൻ, കടന്നപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.